ഇതിങ്ങനെ പിടിച്ചിട്ടേ ഇതണ്ട. ആഹാ എന്താ സാധനം. ആഹാ ഇതണ്ട, ഇതുപോലെ ആക്കണം. കളർ കണ്ട. വെന്ത് കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റായിട്ട് വന്നിട്ട് നമുക്ക് കഴിക്കാം. ടീമേ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വീടിൻ്റെ പുറത്താണ് ഷൂട്ട് ചെയ്യേണ്ടത്, ഇന്ന് വീടിൻ്റെ അകത്തല്ല. അപ്പോൾ ഇന്ന് നമ്മൾ സാധാരണ ഐഫോണിലാണ് ഷൂട്ട് ചെയ്യണത്, ഇന്ന് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ യൂട്യൂബ് തുടങ്ങിയ കാലത്തൊക്കെ നമ്മൾ പുറത്താണ് ഷൂട്ട് ചെയ്യണത്, അതും ക്യാമറയിലാണ് എടുത്തതെന്ന് വെച്ചാൽ. പിന്നീട് നമ്മൾ ഇത് ഐഫോൺ വെച്ചപ്പോൾ പിന്നെ വീടിൻ്റെ അകത്തായി ഷൂട്ട്. അപ്പോൾ സ്കൂൾ ഷൂട്ടൊക്കെ അല്ല, ക്യാമറമാനും അവധിയാണ്. അപ്പോൾ ചില വീഡിയോകളൊക്കെ ഇനി പുറത്ത് ഷൂട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ മീൻ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, കാളാഞ്ചി നല്ല സ്ലൈസ് ചെയ്ത് മേടിച്ചേക്കണേ കേട്ടോ. അപ്പോൾ കാളാഞ്ചി ഒരു 1.5 കിലോ കാളാഞ്ചി വെച്ചിട്ടുണ്ട്. ദുബായിൽ ഞാനിത് വെച്ച് കാണിച്ച് തന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാളാഞ്ചി അമ്മച്ചിക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടി പോണേ. മീനൊക്കെ വെക്കുമ്പോൾ കറച്ചട്ടിയിൽ വെക്കണം കേട്ടോ, ഇതുപോലത്തെ പഴയ കറച്ചട്ടിയാണ്. അപ്പം ചെറിയ ഉള്ളിൽ വെക്കണം മീൻ വെക്കുമ്പോൾ, പ്രത്യേകിച്ച് കാളാഞ്ചി വെക്കുമ്പോൾ ചെറിയ ഉള്ളി. 1.5 കിലോ കാളാഞ്ചിക്ക് നമ്മൾ ഒരു 300 ഗ്രാം ചെറിയ ഉള്ളി എത്തുന്നുണ്ട്. ഇതാണ് ഇത്. ഉള്ളി പെട്ടെന്ന് പഴഞ്ഞു വന്നെങ്കിൽ നമ്മൾ കാരണവന്മാർ പറയാണ്ട് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കണമെന്ന്. ഇത്തിരി ഉപ്പിട്ടും കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കാം നമുക്ക്. ചെറിയ ഉള്ളി തന്നെ വെക്കണം കേട്ടോ, എന്നാലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സംഭവം സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇത് കൃത്യമായിട്ട് കണ്ട് നിങ്ങൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ആയിക്കോളൂ. ഇത് കൊച്ചിക്കാരുടെ ശൈലിയിലുള്ള ഒരു കറിയാണ്. കാളാഞ്ചി മേടിക്കുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ വളർത്തണ കാളാഞ്ചി മേടിക്കണം, അല്ലെങ്കിൽ പുഴയിലെ കാളാഞ്ചി മേടിക്കണം. കടലിലെ കാളാഞ്ചിക്ക് ടേസ്റ്റ് കുറവായിക്കോട്ടെ. കാളാഞ്ചി മിനിമം 600 രൂപ ഉണ്ട് കേട്ടോ വില. അപ്പോൾ ചെറിയ ഉള്ളി സെറ്റായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അടുത്ത നമുക്ക് ഇത് കണ്ട, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ നമ്മുടെ തക്കാളി ഉണ്ട്. തക്കാളി 2 തക്കാളി, ചെറിയ തക്കാളി ഇട്ടേക്കണത്. പച്ചമുളക് ആവശ്യത്തിന്, ഇഞ്ചിയും വെളുത്തുള്ളി ആവശ്യത്തിന്. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ. ഇതും കൂടി ഇട്ടങ്ങോട്ട് ഇളക്കാം നമുക്ക്. എന്താ കളറല്ലേ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം കേട്ടോ ഇത്. ഓയില്, പാം ഓയിലൊന്നും ഉണ്ടാക്കരുത്, നെയ്യിലുണ്ടാക്കരുത്. നല്ല വെളിച്ചെണ്ണയിൽ. മണം ഉണ്ടോ, അടിപൊളി മണമാണ്. അപ്പോൾ ഇതൊന്ന് വഴഞ്ഞു വന്നോട്ടാ, അത് സമയം എടുക്കും. ചെറിയ തീയിലാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടാ. വലിയ തീയിൽ വെച്ചാൽ കരിഞ്ഞു പോകും, വേഗമില്ല. എന്താ ചൂടല്ലേ. അപ്പോൾ നമ്മളിതൊന്ന് കുടിച്ചോട്ടാ. ക്യാമറന് ഇത്തിരി കൂടി ക്ഷണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചില ആൾക്കാർ കരിവേപ്പില എന്നൊക്കെ പറയും. ഞങ്ങൾ കറിവേപ്പില എന്ന് പറയണത്. ചെറുതായിട്ടൊന്ന് പാടിയിട്ടുണ്ട്. വേപ്പിലൊക്കെ ഇത്തിരി കൂടുതൽ ഇരുന്നോട്ടാ. വേപ്പിലൊക്കെ ടേസ്റ്റ് എന്ന് പറയുന്നത് 1.5 ടേസ്റ്റാണ്. വേണ്ട വേപ്പില ഇടുന്ന് എൻ്റെ ഇടയ്ക്ക് ഇടുന്ന് നല്ല മണം വേപ്പിലിട്ടപ്പം. സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതാണ് തിളക്കുന്നുണ്ട്. ഇതുപോലെ എണ്ണ തിരിഞ്ഞ് വരും കേട്ടോ. ഇതുപോലെ കുറുകണം. നമുക്ക് അടുത്ത പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊടികൾ നമുക്ക് ആദ്യം മഞ്ഞപ്പൊടി കുറച്ചിട്ടാൽ മതി. പിന്നെ ഇവിടെ സാധാരണ മുളക് പൊടി 2 സ്പൂൺ ഇടുന്നുണ്ട് നമ്മൾ, വലിയ സ്പൂണ്. 2 അല്ല, ഒരു 3 ഇന്നോട്ടാ. പിന്നെ നമ്മൾ കാശ്മീരി ചില്ലി കളർ ഇടാൻ വേണ്ടിയാണ്, എരിവിന് വേണ്ടിയല്ല. 1 2 3. ഇപ്പം നിങ്ങൾ ചോദിക്കണ്ടാവും ഇത് മാത്രം മുളക് പൊടി കയറ്റണം എന്താന്ന് ഉണ്ടാവും. കറി കാണുമ്പോൾ നിങ്ങൾ പറയണം കേട്ടോ അവസാനം. പിന്നെ വീണ്ടും എണ്ണ തിരിഞ്ഞു വന്നു. ഇത് എണ്ണ തെളിഞ്ഞ് വന്നേക്കണണ്ട, സൂപ്പറാണ്. ഇത് കണ്ട മേലൊക്കെ എണ്ണ തെളിഞ്ഞേക്കണുണ്ട്. ഇത് ഈ കാണുന്നത് അതുപോലെ തെളിഞ്ഞു വന്നു കഴിയുമ്പോൾ നമുക്ക് കുടംപുളി നേരത്തെ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കുക. ഞാനൊരു പുളിയുടെ ആളാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ പുളി ഇട്ടിട്ടുണ്ട്. നല്ല പുളിയാണ് ഇത്. കുടംപുളി, നാടൻ കുടംപുളി. കുളമായി മൊത്തം. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് പറ്റണമല്ലോ, എപ്പോഴും പെർഫെക്റ്റ് ആയിക്കരുത്. കുടംപുളിക്ക് ഇരുന്നാണ്ട് വേഗട്ടെ. ഇനി എണ്ണ തിരിഞ്ഞ് വരുന്നുണ്ട്. എണ്ണ തിരിഞ്ഞെന്ന് പറഞ്ഞാൽ ഈ സൈഡിലൊക്കെ പൊങ്ങി വരും. ഇത് നമ്മൾ കറി വെക്കൽ എന്നൊക്കെ പറഞ്ഞൊരു കലയാണ്.
ആ കലാരീതിയിൽ തന്നെ ചെയ്യുന്നത്. ഇത്തിരി ക്ഷമ വേണം. ആ കുടംപുളിയും ഗ്രേവിയും എല്ലാം കിടന്നങ്ങോട്ട് ഒന്നും കൂടി ഒന്ന് സെറ്റായി വന്നോട്ടെ. അതിന് കുറുകി വന്നം. ഷാപ്പിൽ കിട്ടണ കറിയില്ലേ, അതൊന്നും ആയിരിക്കില്ല. നമ്മുടെ കറി ഷാപ്പിലെ കറിനെക്കാട്ടും മേലേക്കും. ഇപ്പം അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അത് 2 മിനിറ്റ് കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം മതി. നമുക്ക് ഓവറാക്കരുത് വെള്ളം. മീനിടാൻ നേരത്തെ ഇത്തിരി കൂടി ചാറാവും. അപ്പോൾ ഇതൊന്ന് തിളച്ചോട്ടേട്ടാ. അപ്പം നേരത്തെ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉള്ളി മുരിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഉപ്പുണ്ടാന്ന് നോക്കട്ടേട്ടാ. നല്ല പുളിയുണ്ട്. ഉപ്പ് ഇത്തിരി കൂടി ഇടണോട്ടെ. മീനും കൂടി ഇട്ടിട്ട് നമുക്ക് ഉപ്പിടാം. ഇതേണ്ട തിളക്കണ്ട. ഇതുപോലെ തിളച്ചു വന്നതിന് ശേഷമാണ് മീൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. എണ്ണയൊക്കെ തെളിഞ്ഞേക്കണണ്ട ഇതുപോലെ. അപ്പം നമുക്ക് കാളാഞ്ചി മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം കാളാഞ്ചിക്ക് ഭയങ്കര നെയ്യൊക്കെ ഉള്ളതാണ്. നെയ്യ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നമുക്ക് പയ്യെ പാത്രത്തിലേക്ക് തട്ടാം. വേണ്ട ആഹാ, കാളാഞ്ചി വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് ഒന്നും പോകില്ല. എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റിയ സാധനമാണ്. വേണ്ട ഗ്രേവിയുടെ കൊടുക്കണം പൈസ. വേണ്ട ഇതൊക്കെ ആരെങ്കിലൊക്കെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ വെച്ച് കൊടുത്താൽ കണ്ട ജീവിതകാലം മുഴുവനും മറക്കൂല. എന്താ ഈ കളർ കണ്ട. ആഹാ, ഇത് നോക്കിയേ ഈ കളർ മഞ്ഞം. തിളച്ചോട്ടെ ഇനി. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തിരി ഉപ്പ് പോരായ്മ ഉണ്ട്. ഇത് കണ്ട ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക. കല്ലുപ്പ്. നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പൊ ഒന്ന് വെന്തോന്നോട്ടാ. ഇത് ഞങ്ങളുടെ പള്ളിപ്പറമ്പുണ്ട്. ഞങ്ങളുടെ തറവാടൊക്കെ ഉണ്ടായതാണ്. അമ്മച്ചിയൊക്കെ താമസിച്ച സ്ഥലമാണ് ഈ കാണുന്നത്. കാട് പിടിച്ചിപ്പ. ഞങ്ങള് ഒരുപാട് കുട്ടികളൊക്കെ ഇവിടെ കളിച്ചോളുന്നതാ. എല്ലാത്തരം മരങ്ങളും ഉണ്ടായി. കശുമാവ്, പ്ലാവ്, എല്ലാത്തരം മാങ്ങകൾ. ഇവിടെ ഇല്ലാത്ത മരങ്ങളൊന്നും ഇല്ലായിരുന്നു. എല്ലാത്തരം മരങ്ങളുണ്ടായിരുന്നു. പിന്നെ സ്വർണം പണിയണ തട്ടാന്മാരിരുന്ന് പണിയണ സ്ഥലം കൂടിയായിരുന്നു ഇത്. ഇപ്പോൾ കാട് പിടിച്ച് കിടക്കണേണ്ട. പണ്ടെന്ന് പറയുമ്പോൾ ഒരു അടിപൊളി തറവാടുണ്ടായതാണ്. തറവാടിന് ചുറ്റും കോലായൊക്കെ ആയിരുന്നു. പണ്ടത്തെ മറ്റേ ഓലമേഞ്ഞ തറവാടായിരുന്നു ഇവിടെ. ഈ പരിസരങ്ങളിലെ ഏറ്റവും വലിയ വീടായിരുന്നു ഇവിടെ. ഇപ്പോൾ പള്ളിക്കാരെടുത്ത് പള്ളിപ്പറമ്പായി. തേങ്ങ ആണ് കൂടുതൽ കിട്ടുന്നത് ഇവിടെ. തെങ്ങ് ഇഷ്ടം പോലെ ഉണ്ട്. ഒരുപാട് മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞ്. കാളാഞ്ചി മീൻ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കറിവേപ്പില ഇപ്പോൾ പോയി പറിച്ചെടുത്തതാണ്. അപ്പം ഇതും കൂടി ഇട്ടിട്ട് ഇത്തിരി പച്ച വെളിച്ചെണ്ണ കൂടി ഇട്ട് നമുക്ക് ഇറക്കി നോക്കാം. ഇത് എന്താ കളറ്, ചുമപ്പ് കളറ്. അപ്പം നമ്മൾ ഇത്തിരി കറിവേപ്പില, പിന്നെ ഇത്തിരി പച്ച വെളിച്ചെണ്ണ. എന്താ ഇതിൻ്റെ പരിപാടി ഞാൻ കാണിച്ചു കഴിഞ്ഞ്. ഇതെന്താ എണ്ണ തെളിഞ്ഞേക്കണണ്ട. ഇങ്ങനെ ഇരിക്കണം കറി വെച്ച് കഴിഞ്ഞാൽ. ഇനി നമുക്കൊന്ന് ശരിക്കും ഉടഞ്ഞു പോകും. ഇത് നമ്മുടെ സ്പൂണിട്ടിട്ട് ഇളക്കാൻ പാടില്ല. ഇതിങ്ങനെ പിടിച്ചിട്ടേ ഇതണ്ട. ആഹാ എന്താ സാധനം. ആഹാ ഇതണ്ട. ഇതുപോലെ ആക്കണം. കളർ കണ്ട. ഇപ്പം ഇല വന്ന് വീണാനെ. വെന്ത് കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റായിട്ട് വന്നിട്ട് നമുക്ക് കഴിക്കാം. ഈ മീൻകറി ചോറും കൂട്ടി കഴിക്കാനായിട്ട് ഏറ്റവും നല്ലത്. ചോറും പൊറോട്ട എന്ത് സാധനം വെച്ചും കഴിക്കട്ടെ. എന്നാലും ഞാൻ കഴിക്കുന്നത് ചോറും കൂട്ടിയാണ് കേട്ടോ. ഇതേണ്ട മീൻ ചെറുതായിട്ടൊന്ന് തണുത്തിട്ട് വേണം കഴിക്കാൻ. ഇതേണ്ട കളറൊക്കെ കണ്ട. ഞാൻ വെച്ചിട്ട് ഞാൻ തന്നെ നോക്കി പറയുന്നത്. ഇതേണ്ട ഇങ്ങനെ പയ്യെ എടുത്തിട്ട് ഇത് ഗ്രേവിയും ഇട്ട് വയ്ക്കുക. ഇതേണ്ട നെയ്യൊക്കെ കണ്ട. എന്നിട്ട് പയ്യെ നമുക്ക് ഇതണ്ട ചോറും ഒരു കഷ്ണം മീനും ചൂടുണ്ട് കേട്ടാ. ഇതെടുത്തിട്ട് പയ്യെ എടുക്കുക. വേണ്ട
നല്ല പുളി, പാകത്തിന് ഉപ്പ്. നാളെ ഇന്ന് വെച്ചിട്ട് ഇന്ന് വൈകുന്നേരം വെച്ചാൽ നാളെ രാവിലെ കഴിക്കണമെങ്കിലേ ഒരു രക്ഷ ഉണ്ടാവില്ല. ഇപ്പം ലൈവായിട്ട് കഴിച്ചിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ടീമേ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കട്ടാം. കാളാഞ്ചി തന്നെ മേടിച്ച് നോക്കണം കേട്ടോ. കാളാഞ്ചി ആണെങ്കിൽ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് കാളാഞ്ചി മേടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പുഴക്കാളാഞ്ചി മേടിക്കണം, അല്ലെങ്കിൽ വളർത്തണ കാളാഞ്ചി മേടിക്കണം. നല്ല പുളിയുണ്ടായിട്ട് നാവ് കുഴയണം. പിന്നെ കാളാഞ്ചി മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാളാഞ്ചിയുടെ ചകളം വെച്ച് എടുത്തിട്ടൊന്ന് തുറന്ന് നോക്കണം. അത് നല്ല റെഡ് കളറാണെങ്കിൽ നല്ല ഫ്രഷ് ആയിക്കോളൂ. അപ്പോൾ അധികം പറഞ്ഞങ്ങോട്ട് ഇതാകൊന്നുമില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.